പത്രികകളിലും പറയുന്നതാണ് തേവര പേരണ്ടൂർ കനാലിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നുള്ളത്. ഇത്രയും വർഷങ്ങളായിട്ട് ശരിക്കും എൻ്റെ ഒരു അറിവിൽ കണ്ടേക്കണതെല്ലാം തേവര പേരണ്ടൂർ കനാലിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി ഒരു ട്രെഡ്ജിങ് സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഏതെങ്കിലും കൗൺസിലിൽ ഉന്നയിക്കുകയോ അത് നടപ്പാക്കാൻ പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്ന്. അതേപോലെ തന്നെ ഞാൻ കണ്ടേക്കുന്ന ശുചീകരണം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന കോർപ്പറേഷൻ്റെ ഭരണാധികാരികളും അതേപോലെ തന്നെ കൗൺസിലറും തോടുകളുടെയും പുഴകളുടെയും സൈഡിൽ നിന്ന് JCBക്ക്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ JCB വന്നിട്ട് കോരി നേരെ കരയിലേക്ക് വെക്കും. ജൂൺ ജൂലൈ വരുമ്പോൾ മഴ വരുമ്പോൾ അത് നേരെ വെള്ളത്തിലോട്ട് പോകും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായി എന്ത് പരിഹാരം രണ്ട് മാറി മാറി വരുന്ന ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? യെസ്, അതേ പറഞ്ഞാൽ 100% ശരിയാണ് കേട്ടോ. ഈ ഓട ശുചീകരണം അല്ലെങ്കിൽ കനാൽ ശുചീകരണം എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണ് നടക്കാറുള്ളത്. നോക്കൂ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഡ്രഡ്ജിങ് അതെങ്കിലും നടത്തിക്കൂടെ? അതിന് എന്തെങ്കിലും പ്രവർത്തനം അത് ആലോചിക്കുന്നുണ്ടോ? ആലോചിച്ചിരുന്നോ? നടക്കാത്തതാണോ? അപ്രായോഗികമായതുകൊണ്ടാണോ? ഇദ്ദേഹം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നന്നായി തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ തന്നെ നഗരസഭയിൽ എല്ലാ ഡിവിഷനുകളിലും നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അത് തേവര പേരണ്ടൂർ കനാലാകട്ടെ, ബൗണ്ടറി കനാലാകട്ടെ, ഏത് കനാലാണെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ല, കൃത്യമായി തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായിട്ട് പുത്തൻ സാങ്കേതിക വിദ്യയിലുള്ള മെഷീനറീസ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അല്ല ദീപൻ, അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ? അത് ഇപ്പൊ ഡ്രഡ്ജിങ് നടത്തുന്നു താങ്കൾ പറയുന്നു, അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ, അതായത് പേരണ്ടൂർ കനാലിന്റെ കന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 വർഷം അല്ലെങ്കിൽ ചെയ്യണ പരിപാടി എന്താണെന്നോ, കാണ കൊടുത്തിട്ട് വീണ്ടും കാണ പണിയാണ്. സാവ് വാർത്ത സാവ് പൊട്ടിച്ചുകൊണ്ട് വീണ്ടും സാവ് കൊടുത്താൽ അതിന്റെ മുകളിൽ വാർത്തറിനാണ്. വേറെ എന്താ പണി? ഒരു സെക്കൻഡ് ചേട്ടാ, ഒരു മിനിറ്റ്. മിനിമോളുടെ കൗൺസിലാണ് ഇല്ലേ? മിനിമോളെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. മിനിമോളെ ആദ്യ കാലത്ത് എവിടെ നിന്നാ മനസ്സിലാച്ചാൽ ആദ്യം പൊന്നൂരിന്നിരി. ഈ പൊന്നൂരിൽ ഈ പെങ്കൊച്ചി ഇത്രയില്ല. മാമംഗലം. ശരി, അന്നോടെ ഞാൻ അനുഭവിക്കുന്ന ഇവിടെ കിടന്നു. ശരി ശരി, കൗൺസിലർ ഉണ്ടായിരുന്നു. കൗൺസിലറിന്റെ പരിപാടി ഇതാണ്, കാണ പൊളിച്ച് പണിയാ. പിന്നെ അതിന്റെ സാവ് പൊളിച്ച് വേറെ സാവ് കൊടുത്ത വെള്ളം പോകണ്ടേ? ഞാനിവിടുത്തെ കാണാനൊക്കെ ഇറങ്ങിയല്ലാണ്. അത് നിങ്ങളുടെ കൗൺസിലർക്ക് അറിയാം. ശരി, കാണ പോലെ പൊളിച്ചു പണി തന്നെ. ഇതിന് ഈ 20 വർഷത്തോട് പരിപാടി ഇത് തന്നെയാണ്. ശരി, 20 വർഷത്തോട് കോൺട്രാക്ട് ഇവിടെ തന്നെ കാണിക്കുന്നത്. ഓക്കെ, ഇനി സഹിക്കാൻ വയ്യ, അതിനൊരു പരിഹാരം ഉണ്ടാവണം. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. അതായത് ഈ തേവര പേരണ്ടൂർ കനാലിൽ ട്രെഡ്ജിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നില്ലെങ്കിൽ മനസ്സിലാക്കണം. എവിടെയാണ് ട്രെഡ്ജിങ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഉത്തരം പറയാൻ വേണ്ടി. കാരണം എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഞങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കാനും കൂടെ ഇവിടെ നിൽക്കണത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പൂർത്തിയാക്കിക്കോളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഡ്രഡ്ജിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ദീപിൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് കനാലിലെ പുഴകളിലെ ചെളി നീക്കം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ്. സാധാരണ കൊച്ചി കോർപ്പറേഷന്റെ തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഡ്രഡ്ജിങ് നമുക്ക് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന ഗവൺമെന്റിലേക്ക് കൊച്ചി കായൽ ഉൾപ്പെടെ ചെലവന്നൂർ കായൽ ഉൾപ്പെടെ തേവര പേരണ്ടൂർ കായലിന്റെ 2 മൗത്തിലും വരുന്ന തേവര പുഴ ആ കനാൽ ചെന്ന് ചേരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ ഡ്രഡ്ജിങ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിലേക്ക് നിരന്തരം, അത് ഈ ഗവൺമെൻറ് മാത്രമല്ല മുൻകാലങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഷിപ്പ് യാർഡ് ചെയ്യുമായിരുന്നു. കുറച്ച് ഷിപ്പ് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കപ്പൽ ചാലുകൾ ഡ്രഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷിപ്പ് യാർഡിന് ഫണ്ടുണ്ടായിരുന്നു, ചെയ്യുമായിരുന്നു. പക്ഷേ വല്ലാർപാടം ടെർമിനൽ വന്നതിന് ശേഷം ഷിപ്പ് യാർഡ് ഡ്രഡ്ജിങ് നടത്തുന്നില്ല. അതിൻ്റെ തിക്തഫലം എന്ന് പറയുന്നത് കൊച്ചി കായലിൻ്റെ തീരപ്രദേശം നമുക്കറിയാം, വെയിൽ ഇറക്ക സമയത്ത് അവിടെ ചെളി തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഈ ഡ്രഡ്ജിങ്ങിന് വേണ്ടിയിട്ട് തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് 37,016 കോടി രൂപയുടെ സംയോജിത നഗര പുനരുജ്ജീവന ജലാഗത പദ്ധതിയായിട്ട് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചു കഴിഞ്ഞു. ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് നമുക്ക്
ഫണ്ട് സാങ്ഷനായി വന്നിട്ടുള്ളത്. സാധാരണ കോർപ്പറേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തിന് പൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തോടിലെ ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ചെളി പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഇരുവശവും താമസിക്കുന്ന ആൾക്കാർ സമ്മതിക്കാറില്ല. കാരണം അവിടെ നിന്ന് ചെളി നീക്കം ചെയ്യുമ്പോൾ കരിങ്കൽ കെട്ടുകൾ ഇടിഞ്ഞുകൊണ്ട് അവരുടെ വീടുകൾക്ക് കേടുപാടുണ്ടാകുമെന്ന രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായും അല്ല, അത് മാറ്റേണ്ടതാണ്. കരയിൽ കോരി വയ്ക്കുന്ന ചെളികൾ മാറ്റേണ്ടത് തന്നെയാണ്. നമ്മൾ നിർബന്ധപൂർവം ആ പരിസരവാസികൾ അതിൽ ഇടപെടേണ്ടതാണ്. അത്തരം ചെളികൾ വീണ്ടും കനാലിലേക്ക് ഒഴുകി ചെല്ലുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ്. ചോദ്യകർത്താവ് സംതൃപ്തനായിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇവര് പറയുന്ന എല്ലാവരും ഈ ശുചീകരണം എന്ന് പറയുന്നത് JCBക്ക് കയറി കരയിലേക്ക് വെക്കലും പിന്നെ അത് കഴിയുമ്പോൾ നേരെ വെള്ളത്തിലേക്ക് പോകുന്നതാണ് ശുചീകരണം. അത് കോൺട്രാക്ടർമാർക്ക് വേണ്ടി പണമുണ്ടാക്കാൻ നടത്തുന്ന ഒരു കോമാളിത്തരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണത്. പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10 കൊല്ലത്തിന് ശേഷം തേവര പേരണ്ടൂർ കനാൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. കാരണം അത് നികന്ന് ഒന്നുമില്ല. ഇപ്പം അക്കരയിലേക്ക് നടന്നു പോവാം വേനൽക്കാലം പോയി കഴിഞ്ഞാൽ. കാരണം വെള്ളമില്ല അവിടെ കംപ്ലീറ്റ് നികന്ന്. 2019 പ്രളയത്തിന് ശേഷം അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ തേവര പേരണ്ടൂർ കനാല് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് JCB കൊണ്ടൊന്ന് കയറി വെക്കുന്നു. അത് വെള്ളം വരുമ്പോൾ മഴ വരുമ്പോൾ വീണ്ടും താഴേക്ക് പോകുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. അതെ, കോടികൾ അങ്ങനെ ഒലിച്ചു പോവുകയും ചെയ്യുന്നു. ദിബിൻ, അതെ പറഞ്ഞതിന്റെ ആ ഒരു ഗൗരവം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്? മനസ്സിലായി.